മൂന്നാം ഏകദിന മത്സരത്തിൽ ദയനീയമായി തോറ്റ് പരമ്പര കൈവിട്ടിരിക്കുകയാണ് കേട്ടോ ടീം ഇന്ത്യ. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ 2 മത്സരങ്ങളും ഓരോ ടീമുകളും ജയിച്ചെങ്കിലും അവസാന മത്സരം ഫൈനൽ പോലെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അവസാന മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കാനാണ് കേട്ടോ ഇരു ടീമുകളുടെ ലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ടിട്ടും ഫസ്റ്റ് ബാറ്റിംഗ് ആരംഭിച്ച ന്യൂസിലാൻഡിൻ്റെ ബാറ്റിംഗ് ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും വീക്കായ ഒരു ഇന്ത്യൻ ബോളിംഗ് നിര തന്നെയാണ് കേട്ടോ കാണാനിടയായത്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓവറിൽ 5-ന് 2 എന്നും അതേപോലെ തന്നെ 53-ന് 3 എന്നും പറഞ്ഞ് 10-ാമത്തെ 11-ാമത്തെ ഓവറിൽ 53-ന് 3 എന്നും പറഞ്ഞ് തകർച്ചയിൽ നിൽക്കുന്ന ന്യൂസിലാൻഡ് പിന്നീട് കണ്ടത് 337 എന്ന് പറഞ്ഞ ഒരു ബിഗ് സ്കോറിൽ നിൽക്കുന്നതായിരുന്നു കാണാനിടയായത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു തുടക്കം കിട്ടിയിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇന്ത്യൻ ബോളിംഗ് നിരയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കണ്ടത് കേട്ടോ. ഇന്ത്യൻ ബോളിംഗ് നിരയിലേക്ക് വരുന്ന സമയത്ത് സിറാജും അർഷ്ദീപ് സിംഗും ഒഴികെ ബാക്കി ആരും തന്നെ നല്ല രീതിയിൽ ബോൾ ചെയ്തിട്ടില്ല. മെയിനായിട്ട് സ്പിന്നിങ്ങിലേക്ക് വരുന്ന സമയത്ത് ജഡേജയും കുൽദീപ് യാദവും ഒട്ടും മികവ് കാണിക്കാത്ത രീതിയിലായിരുന്നു ബോൾ ചെയ്തുകൊണ്ടിരുന്നത്. 58-ന് 3 എന്ന് പറഞ്ഞൊരു തകർച്ചയിൽ നിന്ന് ന്യൂസിലാൻഡ് ഗ്ലെൻ ഫിലിപ്സും അതേപോലെ തന്നെ ഡാരൻ മിച്ചലും ചേർന്നിട്ടായിരുന്നു 219 റണ്ണിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് കൂട്ടിച്ചേർത്തിട്ട് ഒരു ബിഗ് സ്കോറിലേക്ക് പടുത്തുയർത്ത് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ശരിക്കും ഇന്ത്യനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു തോൽവിക്ക് സാധ്യത കൊണ്ടുവന്നത്. സാധാരണ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇത്രയും വലിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് സ്പിന്നേഴ്സാണ് ഇതിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരിക. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഈ 3 മത്സരങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്തും ഈ 2 സ്പിന്നേഴ്സും കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മെയിൻ റീസൺ. അങ്ങനെ ഫസ്റ്റ് ഇന്നിങ്സ് ന്യൂസിലാൻഡ് 337-ന് 8 എന്നുള്ള നിലയിൽ ഭേദപ്പെട്ട രീതിയിൽ അവസാനിപ്പിച്ചു. ഇനി രണ്ടാമത്തെ ഇന്നിങ്സ് എങ്ങനെയും 6 മുകളിൽ റൺ റേറ്റിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ തകർച്ചയായിരുന്നു കേട്ടോ. 71 റൺസ് എടുക്കുന്നതിനുള്ളിൽ 4 മുൻനിര ബാറ്റ്സ്മാൻമാർ, കോഹ്ലി ഒഴികെ 4 മുൻനിര ബാറ്റ്സ്മാൻമാർ പവലിയനിലെത്തി 150 റണ്ണിൻ്റെ ഉള്ളിൽ ഓൾ ഔട്ട് ആവും എന്ന് ഉറപ്പിച്ച സമയത്ത് പിന്നീട് കണ്ടത് കോഹ്ലിയുടെ ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു കേട്ടോ. ആദ്യം നിതീഷ് കുമാർ റെഡ്ഡിയുമായിട്ട് ചേർന്നിട്ട് 50-ന്റെ എബോ ഒരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തി. അതിൽ നിതീഷ് കുമാർ റെഡ്ഡി 50 റണ്ണ് അടിച്ചതിന് ശേഷം നിതീഷ് കുമാർ റെഡ്ഡി ഔട്ടായി. അതിനുശേഷം വന്ന് ജഡേജയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് വന്ന ഹർഷിത് റാണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നെട്ടിച്ചൂടാ. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ തോറ്റു എന്ന് ഉറപ്പിച്ച ആ ഒരു സമയത്ത് നിന്നും ശരിക്കും ഇന്ത്യ ജയിക്കും എന്നുള്ളൊരു നിലയ്ക്ക് കൊണ്ടുവന്നു. ഹർഷിത് റാണൻ്റെ വിക്കറ്റ് പോയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഈ ഒരു തോൽക്കാനും കാരണം. ശരിക്കും കോഹ്ലിയും ഹർഷിത് റാണൻ്റെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു 50 റണ്ണും കൂടി അവർക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റണേ എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഈസിയായി ജയിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി ഹർഷിത് റാണ ഗ്രീസിൽ നിന്നതാണ് എന്നുണ്ടെങ്കിലും ഇന്ത്യ ഈസി ആയിട്ട് ജയിച്ചിട്ടുണ്ടാവും. നാണംകെട്ട തോൽവിയിൽ നിന്നും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു തോൽവിയിലേക്ക് മാറ്റി എടുത്തത് കോഹ്ലിയുടെ ഒരു 124 റണ്ണിൻ്റെ സെഞ്ചുറി, പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ 53 റണ്ണും അതേപോലെ തന്നെ ഹർഷിത് റാണൻ്റെ 52 റണ്ണും. ഇവർ 3 പേരും മാത്രമാണ് ബാറ്റിങ്ങിൽ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത്. ബാക്കി എല്ലാവരും പക്ക തോൽവിയായി മാറിയിരുന്നു കേട്ടോ.